അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ തമ്മിലിൽ കണ്ട പോലെ എങ്ങനെയാണ് ഫോൺ യൂസ് ചെയ്ത് റൂട്ടർ ഫോൺ വെച്ച് വൈഫൈ ഹാക്ക് ചെയ്യും, അതിനകത്തുള്ള പാസ്വേഡ് എങ്ങനെ ക്രാക്ക് ചെയ്യുന്നതാണ്. അപ്പം എല്ലാ വൈഫൈസ് ഇതുപോലെ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല. VPS ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള വൈഫൈസ് മാത്രമേ നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നേരെ വിട്ടു. ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കുണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ നേരെ സൈറ്റിലോട്ട് വന്നിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഫോളോ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് അക്സസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ബോട്ട് എറർ കാണിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഈ ആപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ ഈ ആപ്പ് നമുക്ക് ഫോൺ റൂട്ട് ചെയ്തിട്ടാണെങ്കിൽ ഈ ഫോണിൽ പാസ്വേഡ് കാണിക്കും. അപ്പം വളരെ എളുപ്പമാണ് വൈഫൈ അയക്കാൻ. ജസ്റ്റ് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക, അപ്പോൾ ഇവിടെ പെർമിഷൻസ് ചോദിക്കും. നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. ലൊക്കേഷൻസ് ഇവിടെ ജസ്റ്റ് എനേബിൾ ചെയ്യുക. ഓറാലായിട്ട് വിഷയമാകുമെന്ന് തോന്നുന്നു. ലൊക്കേഷൻസ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്കിന് ശേഷം ലൊക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക. ഓൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് മജസ്റ്റിക്കിനകത്ത് ഈ ആപ്പിൻ്റെ റൂട്ട് പെർമിഷൻസ് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ. പെർമിഷൻസ് ഇവിടെ യൂസർ പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ യൂസർ പെർമിഷൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. സൂപ്പർ യൂസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഇവിടെ ക്ലിക്കർ ജാക്കർ എന്ന് പറഞ്ഞ ഈ ഫയൽ നിങ്ങൾ ജസ്റ്റ് എനേബിൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ക്ലിക്കർ ജാക്കർ എന്ന ഫയൽ അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ ആപ്പിലോട്ട് വരിക. ഈ ആപ്പിലോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ റൂട്ട് പെർമിഷൻ അല്ലെങ്കിൽ ചോദിക്കും. മജസ്റ്റിക്കിന് റൂട്ട് പെർമിഷൻ ചോദിക്കും. ഓൾറെഡി അവിടെ സൂപ്പർ യൂസർ കൊടുത്തിരിക്കുന്ന കാരണം ഇവിടെ ചോദിക്കുന്നില്ല. എന്നിട്ട് ഇവിടെ ഈ ബട്ടൺ കൊണ്ട് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ബട്ടൺ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ ഇത് ചെയ്താണ് വൈഫൈ ഇവിടെ ഇഷ്ടംപോലെ വൈഫൈ കാണിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിലെ വൈഫൈ ആണ്, മെട്രിക്സ് ആണ് കാണിച്ചത്. അപ്പോൾ വേറെ വൈഫൈ ഇവിടെ വന്നിട്ടുണ്ട്, സ്കോപ്പസ്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് സ്കോപ്പസ് ജസ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പിന്നായിരിക്കും, ഈ 3 പിന്ന്. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, VPS ആയിട്ടുള്ള വൈഫൈസ് ഇവിടെ സെക്യൂരിറ്റി കാണാം. VPA2 ഇവിടെ കാണാൻ സാധിക്കും. VPA2 ഈ വൈഫൈസ് മാത്രമേ ഹാക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാത്തുള്ള വൈഫൈസ് ഹാക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് കാളിയൻസ് യൂസ് ചെയ്ത് ഹാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള വീഡിയോ വേണമെന്നുള്ളവർ കൊടുക്കുക. എന്നിട്ട് ഈ 3 നിൽക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഇപ്പോൾ ആദ്യത്തെ വേണമെങ്കിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ട്രൈ കൊടുക്കുക. അപ്പം ട്രൈ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് FTTHൻ്റെ മോഡംസ് കുറച്ച് ഡിലേ ആയിരിക്കും. ഇപ്പോൾ തന്നെ സ്കോപ്പസിലെ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പാസ്വേഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വൈഫൈയുടെ പാസ്വേഡ് കോപ്പി ചെയ്യുക. അപ്പോൾ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ചിലപ്പോൾ ഉടായ്പെടുത്തിയാണ് എന്ന് വിചാരിക്കും. ഞാൻ വേണമെങ്കിൽ ഫോർവേഡ് പാസ്വേഡ് അടിച്ചിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ സ്കോപ്പസ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. മെട്രിക്സ് ഇതിപ്പോൾ എൻ്റെ വൈഫൈ അടുത്ത് കിടക്കുന്നുണ്ട്. സ്കോപ്പസ് താഴെ പോയി. ഇപ്പോൾ സ്കോപ്പസ് ഇവിടെ കണക്റ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഫോർവേഡ് പാസ്വേഡ് അടിച്ച് ഫോർവേഡ് നെറ്റ്വർക്ക് അടിച്ചിട്ടും കൂടെ കാണിച്ചു തരാം. സ്കോപ്പസ് ഇവിടെ ഫോർവേഡ് ആയിട്ടുണ്ട്. ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, ക്യാൻസൽ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്നും കൂടെ ക്യാൻസൽ കൊടുത്തിട്ട് സ്കോപ്പസ് ജസ്റ്റ് റീഫ്രഷ് ചെയ്യട്ടെ. ജസ്റ്റ് ആപ്പ് ക്രാഷ് ആയിട്ടുണ്ട്. അവിടെ സെക്കൻഡ് ബട്ടൺ വർക്ക് ആവണില്ല, അതുകൊണ്ടാണ്. വെയിറ്റ് ചെയ്യുക. ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് റീസ്റ്റാർട്ട് കൊടുത്ത് എന്നിട്ടാണ് ഇവിടെ ഈ സ്കാൻ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്കാൻ ആവുന്നുണ്ട്. ഇവിടെ സ്കോപ്പസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ട്രൈ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ തോനെ വൈഫൈസ് കാണിച്ചിട്ടുണ്ട്. ഈ കിടക്കുന്ന വൈഫൈസ് എല്ലാം ഞാൻ ഹാക്ക് ചെയ്ത് കാണിച്ചു തരാം. സ്കോപ്പസ് കണക്റ്റ് ആയിട്ടുണ്ട്. പാസ്വേഡ് ആണ് നമുക്ക് കാണിക്കും. സ്കോപ്പസ് കണക്റ്റ് ആയിട്ടുണ്ട്. മണിക്കതായിട്ട് സ്കൂൾ ചെയ്ത് കാണിക്കാം. ഉണ്ടോ, സ്കോപ്പസ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കിടക്കുന്ന എല്ലാ വൈഫൈസും ഞാൻ വേണമെങ്കിൽ ഹാക്ക് ചെയ്ത് കാണിച്ചു തരാം. GNX എനിക്ക് തോന്നുന്നത് ഇതെല്ലാം GNXൻ്റെ മോഡത്തിനകത്ത് 12370 ആണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഇരിക്കുന്ന മോഡവും GNX ആണ്. മെട്രിക്സ് എന്ന് പറയുന്ന മോഡവും GNX ആണ്. അപ്പം അപ്പോൾ GNX ഇവിടെ ഹാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പാസ്വേഡ് ഇവിടെ കാണിക്കാം. പാസ്വേഡ് കോപ്പി ചെയ്ത് ഇവിടെ കാണിക്കാൻ വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് ആ വൈഫൈ പേസ്റ്റ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ആയപ്പോൾ പരിപാടിയാണ് പാസ്വേഡ് തെറ്റായിരിക്കും കാണിക്കുന്നത്. ഇവിടെ മെട്രിക്സ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ GNX ഫോർവേഡ് ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഓട്ടോമാറ്റിക് പാസ്വേഡ് കാണിക്കുന്നെങ്കിലും ഓട്ടോമാറ്റിക്കലി ഫോണിൽ സേവ് ആവും. GNX ഫോർവേഡ് അടിച്ചപ്പോൾ പാസ്വേഡ് മൊത്തത്തിൽ പോയി. റീഫ്രഷ് ചെയ്യുക. GNX വന്നിട്ടുണ്ട്. GNX വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആ കോപ്പി ചെയ്ത പാസ്വേഡ് ഞാൻ ഇവിടെ ജസ്റ്റ് ഇത് ചെയ്തിട്ട് ഷോ പാസ്വേഡ് കാണിച്ചു തരാം. അവിടെ പാസ്വേഡ് ഉണ്ട്. എന്നിട്ട് കണക്ട് കൊടുക്കാം. ഇവിടെ GNX ഇവിടെ കണക്ട് ആകാതെ കാണിക്കാം. ജസ്റ്റ് വൈഫൈക്ക് റേഞ്ച് കുറവാണ്, അതുകൊണ്ട് തന്നെ ടേണിങ് IP അഡ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. വൈഫൈക്ക് റേഞ്ച് കുറവാണ്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വൈഫൈ തന്നെ ഹാക്ക് ചെയ്ത് കാണിച്ചു തരാം. മെട്രിക്സ് ആണ് കണക്റ്റാണ്. എൻ്റെ വീട്ടിൽ വൈഫൈ തന്നെ ഹാക്ക് ചെയ്ത് തരാം. നാട്ടുകാരായി നടി വാങ്ങിക്കുന്നത്. ഫോർവേഡ് നെറ്റ്വർക്ക് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ പാസ്വേഡ് മെട്രിക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ഭാഷ
മെട്രിക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പാസ്വേഡ് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാസ്വേഡ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് ആപ്പിനകത്തോട്ട് കയറുക. അപ്പം ജിനെക്സിന് ഓരോ ഫോൺസിനും ഓരോ VPS ID ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് റൂട്ട് ചെയ്യാത്ത ഫോൺസിലാണെങ്കിൽ പാസ്വേഡ് കാണിക്കില്ല, ജസ്റ്റ് കണക്റ്റ് ആകത്തുള്ളൂ. അത് ആൻഡ്രോയിഡ് 9 താഴെയുള്ള ഫോൺസിലേ ഉള്ളൂ പാസ്വേഡ് കാണിക്കാതെ കണക്റ്റ് ആവുന്നത്. അത് ആൻഡ്രോയിഡ് 10 മണ്ടക്കുള്ള ഫോൺസ് ഈ ആപ്പ് സപ്പോർട്ട് പോലും ചെയ്യത്തില്ല. അപ്പോൾ റൂട്ടഡ് ഫോൺസ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. പാസ്വേഡ് എന്തെങ്കിലും കാണിക്കുന്ന എറർ ഉണ്ടെങ്കിൽ സൂപ്പർ യൂസർ പെർമിഷൻ കൊടുക്കുക. കൊടുത്തതിന് ശേഷം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് കാണിക്കുന്നതായിരിക്കും. നല്ല റേഞ്ചിലെടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ പാസ്വേഡ് ഷോ ആകത്തില്ല, നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. ഞാൻ ഇവിടെ ജിനെക്സിന് മോഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി അറിയാം 1270. ഇതേതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇത് ക്ലിക്ക് ചെയ്തിട്ട് ട്രൈ കൊടുക്കുക. ട്രൈ കൊടുത്തപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും എററും കാര്യങ്ങളും മെട്രിക്സിനകത്ത് എററും കാര്യം കാണിക്കുന്നുണ്ട് നോക്കാം. ഇതുണ്ടോ ആർ യു ഷുവർ അണ്ടർസ്റ്റാൻഡിങ് VPS പിന്ന് തെറ്റാന്ന് കാണിക്കും. ഇത് ക്യാൻസൽ കൊടുത്തിട്ട് ആ മെട്രിക്സിനകത്ത് രണ്ടാമത്തെ പിന്ന് കൊടുക്കുക. രണ്ടാമത്തെ പിന്ന് ജസ്റ്റ് ട്രൈ കൊടുക്കുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുമല്ല, അപ്പോൾ മൂന്നാമത്തെ പിന്നായിരിക്കും. എന്തെങ്കിലും കാരണം FTTH മോഡംസിനൊക്കെ കുറച്ച് ഡിലേ ഉണ്ട് കണക്റ്റ് ആകാൻ കേട്ടോ. അതിന് വേണ്ടി എന്തെങ്കിലും ഡിലേ FTTH BSNL മോഡംസിനൊക്കെ കുറച്ച് VPS പിന്ന് തെറ്റായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതും ഹാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ച് തന്നെ VPA2 ആണെങ്കിൽ തന്നെ പ്രൈവസിന്ന് ഹാക്ക് ചെയ്യാൻ പറ്റും. അത് വേറെ ആപ്പ് യൂസ് ചെയ്ത് ഈ ആപ്പിൽ സാധിക്കത്തില്ല, വേറെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്ത് ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ CM9950 ആണ് എൻ്റെ പാസ്വേഡ്. കറക്റ്റ് പാസ്വേഡ് തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. മറ്റേ ജിനെക്സ് കുറച്ച് ദൂരമുള്ള മോഡം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി ഉണ്ടോ 15 IP അഡ്രസ് കണക്റ്റ് ആവുന്നുണ്ടോ. പക്ഷേ ജസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ടേ ആണെന്നൂടെ കാണിച്ചു തരാം. മെട്രിക്സ് ജസ്റ്റ് ഷോ പാസ്വേഡ് CMO എന്നിട്ട് കണക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. മെട്രിക്സ് 15 IP അഡ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. കണക്റ്റഡ്, നോ ഇൻ്റർനെറ്റ് കണക്റ്റഡ്, ഇൻ്റർനെറ്റ് കണക്റ്റഡ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് എനിക്ക് അടുത്തുള്ള വൈഫൈ ഹാക്ക് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഈ ആപ്പ് യൂസ് ചെയ്ത് ഞാൻ ഇഷ്ടംപോലെ വൈഫൈസ് ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിലുള്ള എല്ലാ വൈഫൈസും VPA2 ആണ്. അപ്പം ചില ബാങ്കിങ് ഹൈ സെക്യൂരിറ്റി ഉള്ള ഫോൺസിൻ്റെ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മിക്ക വൈഫൈസ് VPA2 സെക്യൂരിറ്റീസ് ആയിരിക്കും. ചില ബാങ്കിങ് വൈഫൈസ് അങ്ങനെയുള്ള കുറച്ച് സെക്യൂർ ആയിട്ടുള്ള വൈഫൈസ് മാത്രമേ ഉള്ളൂ ഈ റെഡ് കളർ കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഈ വീട്ടിൽ വെക്കുന്ന മോഡംസും ഉള്ള കേളാവിഷൻ്റെ മോഡംസ്, ഏഷ്യാനെറ്റിൻ്റെ മോഡംസ് ഒക്കെ അങ്ങനെ ആയിരിക്കും. ബാക്കി എല്ലാ വൈഫൈസും അങ്ങനെ വരത്തില്ല. ഭയങ്കര ബാങ്കിലെ വൈഫൈ, സ്കൂൾസിൻ്റെ വൈഫൈ ഒന്നും അങ്ങനെ വരത്തില്ല. ഓൾറെഡി സ്കൂൾ വൈഫൈസ് ഒക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂൾസിൻ്റെ വൈഫൈ ഒന്നും വരത്തില്ല. പിന്നെ എൻ്റെ വീട്ടിനടുത്തുള്ള എല്ലാ വൈഫൈയും എനിക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ എനിക്കിവിടെ കാണാം എല്ലാ വൈഫൈസും എനിക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം വൈഫൈ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ വൈഫൈ എനിക്കിവിടെ കണക്ട് ആവുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, കുറച്ച് ലെന്ത് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ വൈഫൈ ഹാക്ക് ചെയ്ത് കാണിച്ചാണ്. എന്തെങ്കിലും ഇത് വേണമെങ്കിൽ വേറെ വൈഫൈസ് ഹാക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ GNXൻ്റെ ഒക്കെ ഓൾറെഡി നമുക്ക് ഹാക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പിൻ ഏതാണെന്നൊക്കെ. GNXൻ്റെ മോഡംസ് ആണെങ്കിൽ 12304750 ആയിരിക്കും എൻ്റെ VPS എൻട്രി പിന്. മെട്രിക്സ് എൻ്റെ വീട്ടിലെ വൈഫൈ ആണ്, അത് ഓൾറെഡി അതാണ് പിൻ. ജിനെക്സിൻ്റെ മോഡമാണ്. FTTH മാത്രമേ കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾ ഒരു ഡിക്ഷണറി ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ VPS എൻട്രി ചെയ്യുന്നൊരു ഡിക്ഷണറി ഉണ്ട്, അത് യൂസ് ചെയ്താണ് ഞാൻ ഹാക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ റെഡ് ആയിട്ടുള്ള വൈഫൈസ് നമുക്ക് അഡാപ്റ്റർ യൂസ് ചെയ്ത് കണക്റ്റ് യൂസ് ചെയ്ത് ഹാക്ക് ചെയ്യാൻ സാധിക്കും. കുറച്ച് ഡിലേ എടുക്കുന്ന പരിപാടിയാണ്. വേണമെന്നുള്ളവർ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അത് ഞാൻ ആ വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.